نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുന്നു. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും പൂർണ്ണതയുള്ളവനാണ്. അവന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും മാത്രമല്ല, അവന്റെ സ്വഭാവത്തിലും സംസാരത്തിലും വരെ ആ ഒരു പൂർണ്ണതയും ആ ഒരു ശ്രദ്ധയും ഉണ്ടാവേണ്ടത്. കേവലം വിശ്വാസപരമായ കുറെ കാര്യങ്ങൾ വിശ്വസിച്ചു പോകല് മാത്രമല്ല, കുറെ കർമ്മപരമായ കാര്യങ്ങൾ ചെയ്യല് മാത്രമല്ല, സ്വഭാവത്തിലും സംസാരത്തിലും വരെ അവൻ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ മര്യാദകളുണ്ട്. അതിൽ ഏറെ സുപ്രധാനമായ ഒരു കാര്യമാണ്, പലപ്പോഴും സംസാരത്തിൽ വരുന്ന വലിയ ഒരു പിഴവാണ് ശാപത്തിന്റെ വാക്കുകൾ പറയുക എന്നത്. ശപിച്ചുകൊണ്ടുള്ള സംസാരം, എല്ലാത്തിനെയും ശകാരിച്ചുകൊണ്ടുള്ള സംസാരം. ഒരു വിശ്വാസി ഒരിക്കലും അത്തരത്തിലുള്ള ആളാവില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ശാപം എന്നത്, ഒരാൾ മറ്റൊരാളെ ശപിക്കുക എന്നത് അള്ളാഹുവിന്റെ എല്ലാവിധ ഖൈറുകളിൽ നിന്നും അവൻ വിദൂരത്തിലാവട്ടെ, അവൻ അകറ്റപ്പെടട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ്. അത്തരത്തിലുള്ള ഒരു വാചകമായതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തന്റെ സംസാരത്തിൽ, തന്റെ നാവ് കൊണ്ടുള്ള ഇടപെടലിലൊക്കെ
ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈസൽ മുഅ്മിൻ ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി ഒരിക്കലും ത്വആനല്ല. ത്വആൻ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചുകൊണ്ട് പറയും. എല്ലാത്തിലും ആക്ഷേപങ്ങളായിരിക്കും. എന്ത് കാര്യം ചെയ്താലും, അത് ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയുള്ള ആളുകളെ സംസാരിക്കുക. വിശ്വാസി അങ്ങനെയല്ല. വലൽ ലആൻ, ലആനുമല്ല ലഅനത്ത് പറയുന്ന ആൾ, ശാപത്തിന്റെ വാക്കുകൾ പറയുന്നവനാവില്ല വിശ്വാസി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ഫാഹിഷ്, ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളുമുള്ള ആളായി ഒരു വിശ്വാസിമാകുകയില്ല. വലൽ ബദീ, ഒരു ദുർനടപ്പുകാരനായി തോന്നിവാസങ്ങളുമായി ജീവിക്കുന്നവനുമല്ല വിശ്വാസി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ലൈസൽ മുഅ്മിൻ, ഒരു വിശ്വാസി അല്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഏറെ ഗൗരവം കാണിക്കേണ്ട ആളായി. അവൻ ഒരാളെയും ശപിക്കില്ല. പ്രത്യേകിച്ച് ഒരു വിശ്വാസി മറ്റൊരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ ഖത്ലി, അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മറ്റൊരാളെ, ഒരു വിശ്വാസിയെ ശപിക്കുക എന്ന് അയാളെ കൊല്ലുന്നതിന് തുല്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളും പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില സ്വഹാബിമാര് പറയാണ്, ഉദൂ അലൽ മുശ്രിക്കീൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദൂ അലൽ മുശ്രിക്കീൻ, ആ മുശ്രിക്കുകൾക്കെതിരെ, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെതിരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും, അവർക്കെതിരെ ചില ശാപത്തിന്റെ വാക്കുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ പറഞ്ഞ ആളുകളെ തിരുത്തണം. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലം ഉബ്അസ് ലആന വഇന്നമാ ബുഇസ്തു റഹ്മ, തീർച്ചയായും എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് കുറേ ആളുകളെ ശപിക്കാൻ, അങ്ങനെ ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവർക്കെതിരെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നവനായിട്ടല്ല, മറിച്ച് ബുഇസ്തു റഹ്മ, കാരുണ്യവാനായിക്കൊണ്ടാണ്, കരുണയുള്ളവനായിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ. സത്യനിഷേധികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിര് പറയുന്ന ഒരവസ്ഥയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചില വാചകങ്ങൾ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ജൂത സംഘം കടന്നു വന്നു. ജൂതന്മാര് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക, അസ്സലാമു അലൈക, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാം. അതാണ് അസ്സലാമു അലൈക്കും. ശരിക്കും വിശ്വാസികൾ എങ്ങനെ പറയാ? അസ്സലാമു അലൈക്കും എന്നാ പറയാ. നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നാണ് പറയേണ്ടത്. പക്ഷേ ജൂതന്മാർ അവരുടെ കുടില മനസ്സുമായി കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ, നിങ്ങൾക്ക് മരണം സംഭവിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെന്താണോ പറഞ്ഞത് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അലൈക്കും, നിങ്ങൾ എന്താ പറഞ്ഞത് അത് നിങ്ങൾക്കുണ്ടാവട്ടെ. പക്ഷേ ആ സദസ്സിൽ ഈ ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, അവർക്കിത് മനസ്സിലായി, ഇവരെന്താ പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലായി. അവര് പറഞ്ഞു, അലൈക്കുമുസ്സലാമു വല്ലഅന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപവും മരണവും ഉണ്ടാവട്ടെ. കുറച്ച് ഗൗരവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹലങ്കിയായ ആയിഷ, ഒന്ന് ക്ഷമ കാണിക്കുക, ഇത്തരത്തിൽ പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും ഒരു മിതത്വം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ശാന്തമാകുക, ഇങ്ങനത്തെ പദങ്ങളൊന്നും പറയരുത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പിടുത്തം കിട്ടണില്ല. അപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകർ നിങ്ങൾ കേട്ടില്ലേ, അവര് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ നശിക്കട്ടെ, നിങ്ങൾക്ക് മരണം സംഭവിക്കട്ടെ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അവരോട് ഈ തരത്തിലെങ്കിലും മറുപടി കൊടുക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനതിന് മറുപടിയും കൊടുത്തല്ലോ. വ അലൈക്കും, എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ
അതിൽ ഒരു ക്ഷമയുള്ള ശാന്തതയുള്ള ആളായിട്ട് നമ്മൾ മാറണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സ്വഭാവങ്ങൾ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുള്ള ഒരു സ്വഭാവമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സാന്ദർഭികമായി മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ചില ആളുകളെ വ്യക്തമായി ശപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രവർത്തനങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, അത് പ്രവർത്തിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ അത് ശാപത്തിൻ്റെത് തന്നെയാണ്. ചില വ്യക്തികളെ എടുത്തു പറഞ്ഞിട്ടുണ്ടാകും, ഇബ്ലീസിനെ പോലുള്ള, ഫിർഔനിനെ പോലുള്ള, അതേപോലെ തന്നെ അബൂ ലഹബിനെ പോലുള്ള ആളുകൾ. അത് ഖുർആനിലും ഹദീസിലും വ്യക്തമായി ആ വ്യക്തികളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ നമുക്ക് ശപിക്കാം. അതല്ലാതെ ഓരോ വ്യക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ശപിച്ചുകൊണ്ടുള്ള സംസാരം അതൊരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു ഭൃത്യൻ, തന്റെ ഒരു അടിമ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം ആ ഭൃത്യനെ അനുസരിക്കാത്തത് കൊണ്ട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ചില വാക്കുകൾ പറഞ്ഞു അബൂബക്കർ. അത് ലഅനത്തിന്റേതായ, ശാപത്തിന്റേതായ വാക്കുകളായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅാനീന വസ്ദിഖീൻ, സിദ്ദീഖാണ് ലഅാനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞതും സത്യപ്പെടുത്തിയ ആളാണ്, അതേപോലെ തന്നെ ലഅനത്തും പറയുന്ന ആളാണ്. ഈ ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് താൻ പറഞ്ഞ വാക്കിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. തന്റെ അടിമയാണ്, എന്തൊരു വാക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ, അത്ര വലിയ ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞതും ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അടിമയെ മോചിപ്പിച്ചു. അയാളെ മാത്രമല്ല, വേറെയും കുറെ ആളുകളെ മോചിപ്പിച്ചു. തന്റെ കീഴിലുണ്ടായിരുന്ന പല അടിമകളെയും മോചിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ വാക്ക് പറയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനുള്ള പരിഹാരമാണ് അവിടെ നിർവഹിച്ചത്. ആ വ്യക്തിയെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും മോചിപ്പിക്കുന്ന ഒരവസ്ഥ. വലിയ ഒരു സാമ്പത്തിക നഷ്ടം തന്നെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ച് ഗൗരവമുള്ള വാക്ക് തന്നെയാണ്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി മറ്റുള്ള ഒരാളെയും ശപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് കേവലം ഒരു മനുഷ്യന്റെ വിഷയത്തിൽ മാത്രമല്ല, മൃഗങ്ങളെ ശപിക്കാൻ പാടില്ല. മൃഗങ്ങളെ, വാഹനത്തിനെ ഒന്നും ശപിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്ര പോകും. ആ യാത്രയിൽ ഒരു സഹാബി കയറിയിട്ടുള്ള ഒട്ടകം, അത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഒരു ക്ഷീണം കാണിക്കുന്ന രൂപമുണ്ടായി. വിളിച്ചോടത്ത് വരാതിരിക്കുക, കൃത്യസമയത്ത് എഴുന്നേൽക്കാതിരിക്കുക, അവരുടെ കൂടെ, മറ്റുള്ള ആളുകളുടെ കൂടെ വരാതിരിക്കുക, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വന്നപ്പോ ആ ഒട്ടകത്തിന്റെ ഉടമ ഈ ഒട്ടകത്തിനെതിരെ ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ആ ലഅനത്ത് പറഞ്ഞത്, ആരാണ്? ആ സ്വഹാബി ഇങ്ങനെ മുന്നിലേക്ക് വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് നിങ്ങളുടെ വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എടുക്കണം. എന്നിട്ട് ആ ഒട്ടകത്തെ നിങ്ങൾ വിടണം. ഒരിക്കലും ലഅനത്ത് പറഞ്ഞ ഒന്നിനെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റില്ല. അതിനെ നിങ്ങൾ വിടണം. അതിനെ കൂടെ കൂട്ടാൻ പറ്റൂല. കാരണം അത് കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വരെ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാം. ലഅനത്ത്, ശാപം മറ്റുള്ളവരെ കൂടി ബാധിക്കും എന്നുള്ള ഒരു വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഹദീസിൽ കാണാൻ പറ്റും, ഈ ഒരു ഒട്ടകത്തെ പിന്നെ ഞങ്ങൾ മദീനത്ത് കാണും. അത് കൊഴുത്തുരുണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരാളും അതിനെടുക്കൂല. കാരണം അത് ലഅനത്ത് പറയപ്പെട്ടതാണ്. അത് പ്രയാസമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, ഒഴിവാക്കി. ഒരാളും പിന്നെ അതിനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വാഹനത്തിനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മളും വാഹനമുള്ളവരാണ്. നമ്മുടെ ബൈക്കോ കാറോ ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഓഫാകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ശപിച്ചുകൊണ്ടുള്ള ഒരുപാട് ശകാരത്തിന്റെ വാക്കുകൾ, എന്ത് വണ്ടിയാണിത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ, ഒരു പക്ഷേ മിമ്പറിന്റെ പവിത്രത ഉള്ളത് കൊണ്ട് നമുക്ക് ചില വാക്കുകൾ പറയാൻ പറ്റില്ല. എത്രയോ ആളുകളുണ്ട് അതിനെങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ. സത്യത്തിൽ ആ വാഹനത്തിന്റെ കുഴപ്പമാണോ അത്? ഒന്നുകിൽ അതിനെ കൃത്യമായിക്കൊണ്ട് ഏതെങ്കിലും മെക്കാനിക്കിനെ കാണിക്കാത്തൊരവസ്ഥ,
അല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ പോകാം എന്ന ഉദ്ദേശത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഒരു ഖദറില്ലേ, ഒരു പക്ഷേ നമ്മുടെ ആ ഒരു യാത്രയിൽ നമ്മൾ അവിടെ കുടുങ്ങണം എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. അവിടെ ആ ഒരു വാഹനത്തിനെയോ അല്ലെങ്കിൽ അത് നൽകിയ ആളെയോ അല്ല ശപിക്കേണ്ടത്, മറിച്ച് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ ഒരു ബോധ്യത്തിലായിരിക്കണം ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത്. ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല. മനുഷ്യനെയും പാടില്ല, മൃഗത്തെയും പാടില്ല, വാഹനത്തെയും പാടില്ല. ഇനിയോ പ്രകൃതിപരമായ അവസ്ഥകൾ, അതിനെയും ശപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്ര പോകും. ആ സമയത്ത് ഒന്ന് ശക്തമായ കാറ്റടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബിയുടെ ഒരു തട്ടം അതിങ്ങനെ പാറാൻ തുടങ്ങി. അതെങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിന്നെയും അതിങ്ങനെ പാറി അതിങ്ങനെ പൊന്തിപ്പോയ സമയത്ത് അയാള് ആ ഒരു സ്വഹാബി എന്ത് ചെയ്തു വെച്ചാല് കാറ്റിനെ ശപിച്ചുകൊണ്ടുള്ളൊരു വാക്ക് പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ തൽഅൻഹാ, നിങ്ങൾ കാറ്റിനെ ശപിക്കാൻ പാടില്ല. ഫഇന്നഹാ മഅ്മൂറത്തുൻ, തീർച്ചയായും അത് കൽപ്പിക്കപ്പെട്ടതാണ്. എവിടെ അടിക്കണം, എവിടെ പോകണം, എവിടെ എത്തണം എന്നുള്ളത് അതിനെ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് കൽപ്പിച്ചത് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലി റജഅത്തിൽ ലഅനതു അലൈഹി, ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിച്ചു, അത് അതിന് യോഗ്യനല്ലെങ്കിൽ ആരാണോ ശപിച്ചത് അവനിലേക്ക് തന്നെ മടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ഒരു കാറ്റിനെ ഒന്നും പറയാൻ പറ്റില്ല, പാടില്ല എന്നുള്ളതാണ്. കാറ്റിനെ ശപിക്കാൻ പാടില്ല, മഴയെ ശപിക്കാൻ പാടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ശക്തമായ വെയിൽ കാരണത്താൽ, ചൂട് കാരണത്താൽ ചൂടിനെയാണ് ശപിച്ചുകൊണ്ടിരുന്നത്, സൂര്യനെയാണ് ശപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 4-5 ആഴ്ചകളായിട്ടുണ്ട് പെയ്തപ്പോഴേക്ക് പിന്നീട് ഫുള്ള് മഴയെ ശപിക്കുന്ന വാക്കുകൾ. ഒന്ന് റെഡിയായി പുറത്തേക്കിറങ്ങാൻ, ഒന്ന് ജോലിക്ക് വേണ്ടി പോകാൻ നിൽക്കുമ്പോഴേക്ക് ഒന്ന് മഴ പെയ്താൽ ഉടൻ അവിടെ മഴയെ ശപിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പറയുന്നത്. പാടില്ല എന്നുള്ളത്. മഴയെ ശപിക്കാൻ പാടില്ല, കാറ്റിനെ ശപിക്കാൻ പാടില്ല. പിന്നെന്താ നമ്മൾ ചെയ്യാ? നല്ല ശക്തമായ കാറ്റടിക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ, റബ്ബേ ഈ കാറ്റിന്റെ ഖൈർ എന്താണോ ആ ഖൈർ നീ എനിക്ക് നൽകു, ഇതിൽ നിന്നുള്ള എന്തെല്ലാം ഷർറുകളിൽ ഉണ്ടോ ആ ഷർറിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തു. മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുവേ ഉപകാരപ്രദമായ ഒരു മഴയാക്കി ഈ ഒരു മഴയെ നീ മാറ്റണമേ. ശക്തമായ മഴ പെയ്യാണെന്നുണ്ടെങ്കിലോ അല്ലാഹുവേ ഇതിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഇതിനെ നീ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാതെ അതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള, അതിനെ ശപിച്ചുകൊണ്ടുള്ള എന്ത് മഴയാണിത്, ഇതിങ്ങനെ ഒരു ചീഞ്ഞ മഴയാണ്, എന്തെല്ലാം വാക്കുകളാണ് പറയാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാക്കുകൾ പറയൂല. ഇനി അങ്ങനെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ, അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പരലോക ജീവിതം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നൽ ലഅാനീന ലാ യകൂനൂന ശുഹദാഅ വലാ ശുഫഹാഅ യൗമൽ ഖിയാമ. ലഅനത്ത് പറയുന്ന ആളുകൾ, ശപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ശഫാഅത്ത് ഉണ്ടാവൂല, അവർക്ക് സാക്ഷ്യം ഉണ്ടാവില്ല. അവരെ സാക്ഷിയായും പരിഗണിക്കൂല. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തോ അല്ലെങ്കിൽ അവർക്ക് ശഫാഅത്ത് പറയാനുള്ള ഒരു അവസരമോ ഒന്നും ഉണ്ടാവില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെ ഒന്നുകൂടി മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? തീർച്ചയായും മനുഷ്യൻ വിതച്ചതേ കൊയ്യൂ. ധാരാളമായി ശപിക്കുക എന്ന തിന്മ ഒരാളിൽ സംഭവിച്ചാൽ പരലോകത്തെ ശുപാർശ എന്ന നന്മ അവൻ തടയപ്പെടും. ഇവിടുന്ന് ശപിക്കുക എന്ന തിന്മ അയാൾക്കുണ്ടെങ്കിൽ അവിടെ ശുപാർശ എന്ന നന്മ അയാൾക്ക് തടയപ്പെടും. അത് കിട്ടാത്തൊരവസ്ഥയില്ല. ഇനി ആ നരകത്തിൽ എത്തപ്പെടുന്ന ആളുകളോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ മഅശറൻ നിസാ തസദ്ദഖ്ന, അല്ലയോ സ്ത്രീകളെ നിങ്ങൾ ധാരാളമായിട്ട് സദഖ കൊടുത്തോളൂ. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലൻ നാർ, തീർച്ചയായും നരകത്തിലെ ഏറ്റവും അഹ്ലുന്നാർ, നരകത്തിലെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്.
ആ സമയത്ത് സ്വഹാബിമാര് ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ എന്താണ് അതിന്റെ കാരണം? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിലെത്താനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാരണങ്ങളായി എണ്ണിയത്. ഒന്ന്, തുക്സിർനൽ ലഅൻ, ധാരാളമായിട്ട് ലഅനത്ത് പറയുന്നവരായിരിക്കും, ധാരാളമായിട്ട് ലഅനത്ത് പറയും. 2, വതകുഫുർനൽ അശീർ, അവരുടെ ഭർത്താവിനോട് നന്ദി കേടുള്ളവരായിരിക്കും. 2 കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും സഹോദരിമാരിലാണ് കൂടുതൽ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. രാവിലെ കുട്ടി എഴുന്നേൽക്കാനൊന്ന് മടി കാണിച്ചാൽ ആ കുട്ടിയെ ശപിക്കും. ആ കുട്ടി ഒന്ന് ബാത്റൂമിൽ പോയിട്ട് കുറച്ച് കൂടുതൽ സമയം അവിടെ ഇരുന്നാൽ അപ്പ ശപിക്കും. കുട്ടിക്ക് വസ്ത്രം മാറ്റി വീണ്ടും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം വസ്ത്രത്തിലായി കഴിഞ്ഞാൽ ഉടനെ ശപിക്കും. ഭക്ഷണം കുട്ടി കഴിച്ചുകൊണ്ടിരിക്കെ നിലത്ത് വീണാൽ ഉടനെ ശപിക്കും. എന്തെല്ലാം ശാപത്തിന്റെ വാക്കുകൾ, എന്തിനും ശപിക്കും. രാവിലെ കുട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്താൽ അപ്പോഴും ശാപം. കുട്ടിക്ക് പോകേണ്ട ഓട്ടോറിക്ഷ നേരം വൈകിയാൽ ഉടനെ ശാപം. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ശപിക്കും. എന്തെല്ലാം വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ശാപം പറയാൻ നമ്മൾ അതിന്റെ ഗൗരവമുണ്ട്. അത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരു 5 രൂപന്റെ പേനയുടെ പേരിലാണ് നമ്മൾ കുട്ടിയെ ശപിക്കുന്നതെങ്കിൽ, നമ്മുടെ ചുമരിൽ ഒന്ന് വരഞ്ഞു എന്നതിന്റെ പേരിലാണ് കുട്ടിയെ ശപിക്കുന്നതെങ്കിൽ, ആ 5 അല്ല 50,000 അല്ല 50,000 കോടി കൊടുത്താലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കുട്ടിയുടെ ജീവിതം മാറിപ്പോകും. നമ്മുടെ ചില പദങ്ങൾ, ചില രക്ഷിതാക്കളൊക്കെ പറയുന്ന വാക്കുകളുണ്ട്, ഒരിക്കലും ഇതൊന്നും നന്നാവൂല. നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവൂല. നിന്നെ പ്രസവിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം. നിന്നിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തെല്ലാം വാക്കുകൾ. ആരോടാ പറയുന്നത്? 5 വയസ്സും 6 വയസ്സും 7 വയസ്സൊക്കെ ഉള്ള കുട്ടിനോട്. ഇസ്ലാമിന്റെ ഒരു നിയമം ആ കുട്ടിക്ക് ബാധകമല്ല. ഇസ്ലാമിന്റെ ഒരു നിയമം അല്ലാഹ് പറഞ്ഞിട്ടില്ല ആ കുട്ടിനോട്. എന്നിട്ടും ആ ചെറിയ പ്രായത്തിലുള്ള വകതിരിവില്ലാത്ത കുട്ടികളെ വെച്ചുകൊണ്ടാണ് ശാപത്തിന്റെ വാക്കുകൾ പറയുന്നത്. അത് ഉമ്മമാര് മാത്രമല്ല കേട്ടോ, ഉപ്പമാരും ശ്രദ്ധിക്കണം. നരകത്തിലെത്തപ്പെടുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ നരകത്തിലെത്താനുള്ള മറ്റൊരു കാര്യം പറഞ്ഞത് വതകുഫുർനൽ അശീർ, ഭർത്താവിനെ, ആ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒന്നുകൂടി പറഞ്ഞു. ഒരു ഭാര്യക്ക് ഭർത്താവ് എല്ലാം ചെയ്തു കൊടുത്തു, അവൾ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു കൊടുത്തു. എന്നാൽ ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒന്നിൽ ഒരു കുറവ് വന്നാൽ ആ ചെയ്തു വെച്ച എല്ലാ നന്മയും അവൾ അവിടെ ഇട്ടിട്ട് പറയും, മാ റഅയ്തു ഖൈറൻ ഖത്തു, നിങ്ങളിൽ എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്താ എനിക്ക് ചെയ്താൽ? 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം അവൾ ചോദിച്ച എല്ലാം മേടിച്ചു കൊടുത്താലും ഏതെങ്കിലും ഒരു വസ്തു കിട്ടിയിട്ടില്ലെങ്കിൽ അവളുടെ വാചകമാണ്, നിങ്ങൾ എനിക്ക് എന്താ ചെയ്തെന്ന്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദികേട് പറഞ്ഞത് അള്ളാഹിനോടുള്ള നന്ദികേടിനെ കുറിച്ചല്ല, ഭർത്താവിനോടുള്ള നന്ദികേടിനെ കുറിച്ചാണ് പറഞ്ഞത്. സഹോദരിമാര് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മാതാപിതാക്കൾ മക്കളെ ശപിക്കുക എന്നത് മാത്രമല്ല, മക്കൾ മാതാപിതാക്കളെ ശപിക്കുന്ന രംഗങ്ങളുണ്ട്. മക്കൾ മാതാപിതാക്കളെ ശപിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപം ഏതാണെന്നോ, അയ്യൽ അനർ റജുലു വാലിദൈ, ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ ശപിക്കലാണ്. ഉടനെ സ്വഹാബിമാര് ചോദിക്കണം, യാ റസൂലല്ലാഹ് വകൈഫ യൽഅനു റജുലു വാലിദൈ, എങ്ങനെ ഒരാള് തന്റെ മാതാപിതാക്കളെ ശപിക്കുക? അവർക്ക് അത്ഭുതമായിരുന്നു. നമ്മൾ ജാഹിലിയത്ത് എന്ന് പറയുന്ന ആളുകൾ, പക്ഷേ അവരുടെ മാതാപിതാക്കളോട് അങ്ങനെ മോശം പറയുന്ന ആളുകളല്ല. അതുകൊണ്ട് അവർക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അതെങ്ങനെ പ്രവാചകരെ ഒരാൾ തന്റെ മാതാപിതാക്കളെ ശപിക്കുക? അതെങ്ങനെ സംഭവിക്കുന്ന? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസുബ്ബുർ റജുലു അബർ റജുൽ വയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു, ഒരാൾ മറ്റൊരാളുടെ വാപ്പാനെ ശപിക്കും അല്ലെങ്കിൽ ചീത്ത പറയും, അപ്പൊ അവൻ ഇങ്ങോട്ടും ചീത്ത പറയും. അങ്ങനെ സ്വന്തം വാപ്പയെ അവൻ ചീത്ത പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്. വേറൊരാളെ പറയുന്നതിനെ കുറിച്ച് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു അവസ്ഥയോ, വേറൊരാളുടെ വാപ്പയല്ല, വേറൊരാളുടെ ഉമ്മയല്ല, സ്വന്തം വാപ്പനെയും ഉമ്മയെയും അതികഠിനമായി മർദ്ദിക്കുന്ന എത്ര വാർത്തകൾ നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്.
ഇതൊക്കെ പറയുമ്പോ അത് ഏതോ ഒരു നാട്ടിലുള്ള ആൾ, ഏതോ ഒരു ചെറുപ്പക്കാരൻ, അവൻ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളത്. എന്നാ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ചില വാക്കുകൾ കാരണത്താൽ, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണത്താൽ നമ്മുടെ ഉമ്മ കരഞ്ഞിട്ടില്ല, നമ്മുടെ വാപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ടില്ല എന്ന്? എന്തെല്ലാം വാക്കുകളാണ് നമ്മൾ പറയുന്നത്, മനസ്സ് കീറി മുറിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ ശപിക്കുക എന്നുള്ളത് കബായിറുകളിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. ഇനി അവിടെ ഒന്നുകൂടി മനസ്സിലാക്കിക്കോ, ഒരാൾ ഈ ശാപത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ശപിച്ച എന്താ പ്രശ്നം, എന്താ ഒരാളെന്ന് ചീത്ത പറയുമ്പോഴേക്ക് എന്താ പ്രശ്നം? ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചില ദേഷ്യം വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോകും ഉസ്താദേ എന്നാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം കേൾക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അബൂ ഉമൈർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചു. അബൂ ഉമൈർ റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇങ്ങോട്ട് കയറിയിരിക്കുക, അദ്ദേഹം ഇപ്പൊ വരും. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി. അദ്ദേഹം നല്ല ക്ഷീണിതനായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചോദിച്ചു. അബൂ ഉമൈർ റളിയല്ലാഹുവിന്റെ ഭാര്യ വെള്ളം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ കുടിക്കാനുള്ള നല്ല വെള്ളമൊന്നുമില്ല. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തന്റെ വീട്ടിലുള്ള വൃത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഒന്ന് മേടിച്ചുകൊണ്ട്. അങ്ങനെ ഈ ഒരു വേലക്കാരി അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞു, ഈ പെണ്ണ് വരുന്നില്ല. ഇപ്പൊ വരുന്നു വിചാരിച്ചിങ്ങനെ ഇരിക്കണം, പക്ഷെ അവളെ കാണുന്നില്ല. അവളെ കാണാത്തത് കൊണ്ട് തന്നെ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ വേലക്കാരിക്കെതിരെ ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. കുറച്ച് ശബ്ദം ഉയർത്തിയിട്ടാ പറഞ്ഞത്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് വേഗം ചെരുപ്പിട്ട് അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹം വേഗത്തിൽ നടക്കുന്നത് അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വേഗം പോകുന്നുണ്ട്. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു വേഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എന്താ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ കാണാതെ നിങ്ങൾ പോകുന്നത് എന്താ? നിങ്ങൾക്ക് ഞാനില്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ടൊന്ന് വെള്ളം കുടിച്ചാൽ അവിടെ ഇരുന്നൂടായിരുന്നോ? ഞാനിപ്പോ വരൂലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ചെന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ഞാൻ വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ സംഭവം കാരണത്താലാണ് ഞാൻ വേഗം ഇറങ്ങിയത്. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറയാണ്, ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലുള്ള വൃത്തിയെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്തോ ചില കാരണത്താൽ അവൾ വരാൻ നേരം വൈകിയ കാരണത്താൽ, അവളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങളുടെ ഭാര്യ ആ വൃത്തിക്കെതിരെ ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. അത് കേട്ടതും ഞാൻ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ, ഒരാള് മറ്റൊരാളെ ശപിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ ആ ശാപം സഇദത്തിൽ ലഅനതു ഇല സമാ, ആ ശാപം ആകാശത്തിലേക്ക് പോകും. ഫതുഗ്ലഖു അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെടും. ആ ശാപം ആകാശത്തേക്ക് ഉയരൂല. എന്നിട്ടോ സുമ്മ തഹ്ബിതു ഇലൽ അർദ്, ആ ഒരു ശാപം ഭൂമിയിലേക്ക് വരും. ഫതുഗ്ലഖു അബ്വാബുഹാ ദൂനഹാ, ഈ ഒരു ശാപത്തെ കൂട്ടാതെ ഭൂമിയുടെ കവാടങ്ങളും അടക്കപ്പെടും. സുമ്മ തഅഖുദു യമീനൻ വശിമാല, എന്നിട്ട് ഈ ശാപം വലത്തോട്ടും ഇടതുഭാഗത്തേക്കും നോക്കും. പക്ഷേ ഫഇദാ ലം തജിദ് മസാഗൻ, അതിനൊരു വഴിയും ഒരു മാർഗവും എങ്ങോട്ടും പോകാനുള്ള ഒരു മാർഗവും കണ്ടിട്ടില്ലെങ്കിൽ റജഅത് ഇലല്ലദീ ലുഅന, ആ ശപിക്കപ്പെട്ടവനിലേക്ക് ഇത് മടങ്ങും. ഫഇൻ കാന ലീ ദാലിക അഹ്ലൻ, ആ ശപിക്കപ്പെട്ടവൻ അതിന് യോഗ്യനല്ലെങ്കിൽ, ആർക്കെതിരാണോ ശാപം പറഞ്ഞത് അയാൾ അതിന് യോഗ്യനല്ല എങ്കിൽ, അയാൾ അതിന് പറ്റാത്ത ഒരാളാണെങ്കിൽ
വഇല്ലാ റജഅത് ഇലാ ഖായിലഹ. ആരാണോ പറഞ്ഞത്, ആരുടെ വായിൽ നിന്നാണോ വന്നത്, ആരുടെ ഖൽബിൽ നിന്നാണോ വന്നത്, അതിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. അവിടെ എനിക്കുള്ള പേടി, നിങ്ങളുടെ ഭാര്യ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് കാരണക്കാരനായി ഞാൻ മാറുമോ എന്നുള്ള പേടിയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പരിശോധിക്കേണ്ടത്. ഒരു ചെറിയൊരു വാക്കല്ലേ, അത് നമ്മുടെ കീഴിലുള്ള ആളല്ലേ, എന്റെ ജോലിക്കാരനല്ലേ, പിന്നെന്താ എനിക്ക് പറഞ്ഞാൽ? ആ ജോലിക്കാരന്റെ വിഷയത്തിൽ പറഞ്ഞതിലാ ഈ സ്വഹാബത്ത് ഇത്രയും പേടിച്ചത്. അതാ നേരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ നല്ല ശ്രദ്ധിക്കണം, നമ്മുടെ പരലോകം നഷ്ടപ്പെടും. എല്ലാം അറിഞ്ഞിട്ടും അതിന് ഗൗരവം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതും അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ്. നീ ശാപം കിട്ടുക എന്ന് പറയുമ്പോൾ അള്ളാന്റെ ശാപം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, കൈഫ യഹ്ദില്ല ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം വശഹിദൂ അന്ന റസൂല ഹഖ്ഖുൻ വജാഅഹുമുൽ ബയ്യിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ജനതയെ അല്ലാഹു എങ്ങനെ നേർവഴിയിലാക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, വശഹിദൂ അന്ന റസൂല ഹഖ്ഖുൻ. അവർക്കറിയാം, അവർ സാക്ഷിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് അവർക്കറിയാം. വജാഅഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു എന്നുള്ളതും അവർക്കറിയാം. എന്നിട്ടും അതൊന്നും സ്വീകരിക്കാത്ത ആളുകൾ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തീർച്ചയായും അക്രമകാരികളായ ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. പ്രിയപ്പെട്ടവർ, ഈ ഒരു വാചകം അല്ലാഹുവിന്റെ ശാപം കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സത്യം മനസ്സിലായിച്ചു, ദീന് മനസ്സിലായിച്ചു, അതൊക്കെ ബോധ്യപ്പെട്ടിട്ട് പിന്നെയും അതിന് ശ്രദ്ധ കൊടുക്കാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള ആയത്തിൽ പറയാം, മലക്കുകളുടെ ലഅനത്തുണ്ട്. അള്ളാഹു മലക്കുകളും ജനങ്ങളും ഒക്കെ അവരെ ശപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ അത് കൃത്യമാവണം. ഒരിക്കലും ശാപത്തിന്റെ വാക്ക് അത് നമ്മുടെ മക്കളോടാണെങ്കിലും, ഭാര്യയോടാണെങ്കിലും, ഭർത്താവിനോടാണെങ്കിലും, മാതാപിതാക്കളോടാണെങ്കിലും, വാഹനത്തിനെയാണെങ്കിലും, പ്രകൃതിയാണെങ്കിലും ഒന്നും പാടില്ല എന്ന ചില നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ച വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഏകദേശം ഒരു 10-11 ദിവസമായി നമ്മുടെ കേരളക്കരയിലും കർണാടകത്തിലുമൊക്കെ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വാർത്ത കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കേരളത്തിലുള്ള അർജുൻ എന്ന് പേരുള്ള ഒരു സഹോദരൻ കർണാടകത്തിലുള്ള ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരു പ്രകൃതിപരമായ ദുരന്തത്തിൽ പെട്ടുപോയ വാർത്ത ഏതൊരു മനസ്സിനും വിഷമുണ്ടാക്കുന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ജീവിതത്തിൽ ഏറ്റവും ഹൈറായത് എന്താണ്, ആ ഹൈർ അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ അതിൽ സമാധാനിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഒരുപാട് ചർച്ചകൾ, ഒരുപക്ഷെ ഈ ഒരു വിഷയം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ദിവസങ്ങളോളം തങ്ങളുടെ ചാനൽ ചർച്ചകൾ നടത്തുന്ന ആളുകളുണ്ട്. വെറും ചർച്ചകൾ മാത്രമായി പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം നടക്കുമ്പോഴും അവൻ അവന്റെ ജീവിതവും അവന്റെ പരലോക ജീവിതം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരൊറ്റ സംഭവത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ് എന്ന ബോധ്യപ്പെടൽ നമുക്കുണ്ടാകും. മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടുകയാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് മനുഷ്യൻ എന്തെല്ലാം കഴിവുണ്ട് എന്ന് അവിടെ പറഞ്ഞു. എവിടേക്കെല്ലാം ആളുകൾ പറഞ്ഞയച്ചു എന്നാ പറഞ്ഞത്, എന്തെല്ലാം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു എന്നാ പറഞ്ഞത്, ശാസ്ത്രം എത്രത്തോളം വിജയിച്ചു. ഇനി ഒരിക്കലും ഒരു മതത്തിന്റെ ആവശ്യമില്ല. ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്
എന്താണോ അത് മതി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശാസ്ത്രമാണ് വലുത്, മതത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന വളരെ ദുർബലരമായ, വളരെ കുറഞ്ഞ ചില ആളുകൾ നമുക്ക് കാണാം. സത്യത്തിൽ മതം ഒരിക്കലും ശാസ്ത്രത്തിന് എതിരല്ല. പ്രത്യേകിച്ച് ഇസ്ലാം എന്നുള്ളത് ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു ആദർശമൊന്നുമല്ല. മതത്തിന് അനുകൂലമായ രൂപത്തിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ശാസ്ത്രത്തെ അംഗീകരിക്കും. അതല്ല മതവിരുദ്ധമായ കാര്യങ്ങൾ ശാസ്ത്രം പറയുകയാണോ, തീർച്ചയായും കാലിനൊപ്പിച്ചുകൊണ്ട് ചെരുപ്പേ മുറിക്കൂ, ചെരുപ്പിനൊപ്പിച്ചുകൊണ്ട് കാല് മുറിക്കൂല. ശാസ്ത്രത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മാറ്റൂല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ശാസ്ത്രത്തിന് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാം. ഇന്ന് കണ്ടുപിടിച്ചത് ഒരു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും, ഇതൊന്നുമല്ല. നമ്മൾ സ്കൂളുകളിൽ പഠിച്ച പല കാര്യങ്ങളും, പല ഗ്രഹങ്ങളെ കുറിച്ചും ഇപ്പൊ അങ്ങനെ ഒരു ഗ്രഹത്തെ തീരുമാനിച്ചിട്ടില്ല. എത്രയോ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, പല കണ്ടുപിടുത്തങ്ങളും നടത്തുമ്പോൾ ഇനി ഒരു മതത്തിന്റെ പ്രസക്തിയില്ല, ഇവിടെ ശാസ്ത്രം തന്നെ മതിയായതാണ് എന്ന ആ വാദത്തിനെ മുഴുവനായിക്കൊണ്ട് ഇല്ലാതാക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ടായിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ ലോറി എവിടെയാണെന്നോ അല്ലെങ്കിൽ ആ മനുഷ്യൻ എവിടെയാണെന്നോ ഈ കഴിഞ്ഞ ദിവസത്തിൽ മാത്രമാണ് ഒരുപക്ഷെ അതറിയാൻ കഴിഞ്ഞത്. ദിവസങ്ങളോളം അതുപോലും അറിയാത്തൊരവസ്ഥയിൽ. ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഉപകരണത്തെയോ ഏതെങ്കിലും വിഭാഗത്തെയോ ഏതെങ്കിലും സർക്കാരുകളെയോ ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല. മറിച്ച് മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന് ദുർബലത ഉണ്ട്, മനുഷ്യന് കുറവാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ. അല്ലാഹു ഖുർആനിൽ പറയാണ്, മനുഷ്യനെ നാം ദുർബലനായിട്ട് സൃഷ്ടിച്ചത്. മനുഷ്യന് ഒരുപാട് ദുർബലതകളുണ്ട്, അവന് ഒരുപാട് കുറവുകളുണ്ട്. അവന് തോന്നുകയാണ് ഞാൻ കുഴപ്പമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, പർവ്വതത്തോളം ഉയരാൻ നിനക്ക് കഴിയൂല, നിന്റെ കഴിവിന് കുറെ പരിധികളുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയാം, നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ ആളുകൾ ഭാവി പ്രവാചകന്മാരായിട്ടും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഇന്ന കാര്യങ്ങൾ ജ്യോതിഷിയായിക്കൊണ്ടും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളുണ്ട്. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുണ്ടാകും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ആൾ, അല്ലെങ്കിൽ ഇന്ന ജ്യോതിഷി എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പലരും. എല്ലാ മതങ്ങളും, അത് ഇസ്ലാം മതത്തിൽ മാത്രമല്ല, മറ്റു ഇതര സമൂഹങ്ങളിൽ പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഇന്ന ആളുകൾക്ക് കഴിയുമെന്ന് പറഞ്ഞ എത്ര ആളുകൾ. പലരും വന്നു, ഇന്ന സമയമാകുമ്പോഴേക്ക് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയിട്ടില്ല. എല്ലാം പൊള്ളയാണെന്ന് ബോധ്യപ്പെടും. ഒരാൾക്കും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുകയില്ല എന്ന ബോധ്യപ്പെടലാണ്. ഈ മുസ്ലിം ഉമ്മത്തിൽ തന്നെ എത്ര ആളുകൾ സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ പ്രസംഗിച്ചു നടന്നു, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അറിയാൻ ഇന്ന ആൾക്ക് കഴിയും. ഓരോ കാര്യങ്ങളും, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ച ആളാണ് ഇന്ന ആൾ. എന്തെല്ലാം വാക്കുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ആളുകളെ കുറിച്ചും പറഞ്ഞു നടന്നു. എന്നാൽ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തി ഇതൊക്കെ കേട്ടിട്ടെങ്കിലും എന്നാൽ എനിക്കറിയാം ദാ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം മനുഷ്യൻ ദുർബലനാണ്, അവനൊരിക്കലും ഭാവിയെ കുറിച്ച് അറിയൂല എന്ന ബോധ്യം, അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയൂല എന്ന ബോധ്യപ്പെടലുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രകൃതി എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രകൃതിക്ക് മുന്നിൽ നിസ്സാരനാണെന്നുള്ള ബോധ്യപ്പെടൽ കൂടിയാണ്. ഒരു പക്ഷേ ആ ഒരു റോട്ടിലൂടെ എത്രയോ തവണ ആ സഹോദരൻ പോയിട്ടുണ്ട്, എത്രയോ തവണ അടുത്തുണ്ടായിരുന്ന ആ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. പല ആളുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല ആളുകളും ഈ ലോകത്തില്ല. അള്ളാഹു അവരുടെ എല്ലാം ജീവിതം ഹൈറായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്കുള്ള നഷ്ടങ്ങൾ അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മളും റോഡിലൂടെ പോകുന്നവരെന്നെയാണ്, നമ്മളും മലയുടെ സമീപത്ത് നടന്നു പോകുന്നവരാണ്, നമ്മളും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്തെത്തപ്പെടുമ്പോഴായിരിക്കും അള്ളാന്റെ തീരുമാനം ഉണ്ടാകുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനും നിങ്ങളും മനസ്സിൽ ഇങ്ങനെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്ത്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരാൾക്കും തന്നെ അവധി വന്നു കഴിഞ്ഞാൽ, അവന്റെ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങൂല.
നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ മരണമുണ്ട്. അതങ്ങോട്ട് പോയതുകൊണ്ടാ സംഭവിച്ചത്. നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് മലകളില്ലേ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ വാഹനങ്ങളില്ലേ, നമ്മൾ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട് ഇടിഞ്ഞുകൊണ്ട് വീടില്ലേ, ഒക്കെ സംഭവിക്കാം. നമ്മൾ അത്രയും ദുർബലരാണ്, ഓടി ഒളിക്കാൻ കഴിയൂല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഓടിപ്പോയിട്ടും കാര്യമില്ല, അവിടെ കണ്ടുമുട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നുള്ളതല്ല, ആ മരണം വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഒരു അവസ്ഥ, അതിനുള്ള ഒരു പരിശ്രമം, അതിനുള്ള വിശ്വാസം, അതിനുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു അത്തരത്തിൽ മരിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ചെറിയ ഒരു മകൾ വർഷങ്ങളായി ക്യാൻസർ പേഷ്യന്റാണ്. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ വലിയ ഒരു ട്രീറ്റ്മെന്റിലേക്ക്, വലിയ ഒരു ഓപ്പറേഷനിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകുകയാണ്. ഒരു പക്ഷേ വലിയ സംഖ്യ മാത്രമല്ല, ആ കുട്ടിയുടെ ജീവന്റെ കാര്യത്തിൽ വരെ ആശങ്ക പ്രകടിപ്പിച്ച ഒരു സമയമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകൾ ആ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ കുട്ടിയുടെ അസുഖം പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് രോഗികളുണ്ട്. അവരുടെ എല്ലാം രോഗം അള്ളാഹു പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മെ ഇവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.